നഗരത്തിന്റെ പഴയ മാർക്കറ്റിനു പിന്നിലെ ഇടുങ്ങിയ വഴിയിൽ പൊടിയും ചൂടും നിറഞ്ഞ ഒരു ഉച്ചസമയം. ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ കരച്ചിലായിരുന്നില്ല. ശബ്ദം ക്ഷീണിച്ചിരുന്നു. കുഞ്ഞ് നടക്കാൻ പോലും പൂർണ്ണമായി പഠിച്ചിട്ടില്ല. പഴയ വസ്ത്രവും പൊടിപിടിച്ച മുഖവും. അമ്മയെ രാവിലെ മുതൽ കാണാനില്ല. കുഞ്ഞ് കരയുമ്പോൾ ശബ്ദം കേട്ട് ചിലർ നോക്കി. ഇത്ര ചെറിയ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയോ അമ്മ എന്നൊരു ചോദ്യം ചിലരുടെ മനസ്സിൽ വന്നു. പക്ഷേ അവർ കാണാത്തതുപോലെ നടന്നുപോയി. ആരും നിന്നില്ല. എല്ലാവർക്കും അവരുടെ തിരക്കുകൾ. വിശപ്പ് കൂടിയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ മന്ദമായി. ആ സമയമാണ് ഒരു കാർ അവിടേക്ക് വന്നത്. വെളുത്ത നിറത്തിലുള്ള വിലയേറിയ കാർ. അതിൽ നിന്ന് ഇറങ്ങിയത് ലളിതമായ സാരി ധരിച്ച ഒരു സ്ത്രീ, മീരാവതി. നഗരത്തിലെ പ്രശസ്ത കോടീശ്വരന്റെ ഭാര്യ. കുഞ്ഞിന്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞപ്പോൾ അവൾക്കത് കേൾക്കാതെ ഇരിക്കാനായില്ല. അവൾ അടുത്തു ചെന്ന് നോക്കി. ഇത്ര ചെറിയ കുഞ്ഞോ? അവളുടെ ശബ്ദം വിറച്ചു. അവൾ ഡ്രൈവറെ വിളിച്ചു. ഉടൻ പാല് കൊണ്ടുവരൂ, ചൂടുള്ളത് വേണം. അടുത്തുള്ള കടയിൽ നിന്ന് പാല് എത്തുമ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ നിർത്തി. ക്ഷീണത്തോടെ അവളെ നോക്കി മീരാവതി കുപ്പി പതുക്കെ കുഞ്ഞിന്റെ ചുണ്ടിനരികിൽ കൊണ്ടുവന്നു. കുഞ്ഞ് ആദ്യം അറിയാതെ നോക്കി. പിന്നെ മെല്ലെ പാല് കുടിക്കാൻ തുടങ്ങി. അതവിടെ നിൽക്കുന്നവർ ശ്രദ്ധിച്ചു. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചെറിയൊരു ശ്വാസം വിട്ടു. ആശ്വാസത്തിന്റെ ശബ്ദമായിരുന്നു അത്. മീരാവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കുഞ്ഞിനെ കൈകളിൽ എടുത്തു. അത് ദൂരെ നിന്നിരുന്ന ചില ആളുകൾ കണ്ടു. അവർ തമ്മിൽ നോക്കി സംസാരിച്ചു. കോടീശ്വരന്റെ ഭാര്യയല്ലേ അത്? ആ കാഴ്ച തെരുവിൽ ഒരു ചർച്ചയായി മാറാൻ തുടങ്ങി. മീരാവതി കുഞ്ഞിനെ കയ്യിൽ എടുത്തു നിന്ന കാഴ്ച ആ തെരുവിലെ പലരുടെയും മനസ്സിൽ അസ്വസ്ഥതയും അത്ഭുതവും ഒരേ സമയം ഉണ്ടാക്കി. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ്. ഇതുവരെ അവർക്കെല്ലാം അതൊരു കാഴ്ച മാത്രമായിരുന്നു. എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ച. കരയുന്ന പിന്നെ ഉറങ്ങുന്ന ഒരു തെരുവ് കുഞ്ഞ്. പക്ഷേ അന്ന് കോടീശ്വരന്റെ ഭാര്യയുടെ കൈകളിൽ അവളെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ എന്തോ ഒരു മാറ്റം വന്നു. ചിലരുടെ കണ്ണുകൾ താഴ്ന്നു. കാരണം അവർക്കറിയാമായിരുന്നു ഇത്ര ചെറു കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അവർ ഒന്നും ചെയ്തില്ല എന്ന സത്യം. മീരാവതി ഡ്രൈവറോട് കുഞ്ഞിന്റെ അമ്മയെ അന്വേഷിക്കാൻ പറഞ്ഞു. അമ്മയെ രാവിലെ മുതൽ കാണാനില്ല, ഒരു സ്ത്രീ പറഞ്ഞു. അവൾ പണിക്ക് പോയിട്ടുണ്ടാകും. കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോകാറുണ്ട്. അത് കേട്ടപ്പോൾ മീരാവതിയുടെ നെഞ്ചിൽ ഒരു വേദന പടർന്നു. ഈ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ വെച്ചിട്ട് പോകുന്നത് അപകടമാണ്, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ കുറ്റപ്പെടുത്തലില്ലായിരുന്നു, ഒരമ്മയുടെ സ്നേഹവും കരുതലുമായിരുന്നു. അവൾ ഡ്രൈവറോട് പറഞ്ഞു, കുറച്ച് വസ്ത്രവും ബേബി ഫുഡും കൊണ്ടുവരൂ. ഇത് കണ്ടപ്പോൾ തെരുവിലെ ആളുകൾ തമ്മിൽ ചർച്ച തുടങ്ങി. നമ്മൾ ഇത്രയും കാലം ആ കുഞ്ഞിനെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഇപ്പൊ നോക്കൂ ആ സ്ത്രീ ആ കുഞ്ഞിനോട് കാണിക്കുന്ന ദയ. ആദ്യമായി മുന്നോട്ട് വന്നത് എന്നും പച്ചക്കറി വിൽക്കുന്ന ഒരു വയോധികയായിരുന്നു. അവർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴം കൊണ്ടുവന്നു. മോൾ ഇത് വെച്ചോ. മറ്റൊരാൾ വെള്ളം കൊണ്ടുവന്നു. മീരാവതി അതെല്ലാം ശ്രദ്ധിച്ചു. അവൾ അവരെ നോക്കി ചിരിച്ചു. ഇതാണ് വേണ്ടത്, അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ തെരുവിലൊരു മാറ്റം സൃഷ്ടിച്ചു. കുറ്റബോധം അല്ല, ഉത്തരവാദിത്തം. അപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മ ഓടി വന്നത്. ഭയവും ക്ഷീണവും നിറഞ്ഞ മുഖം. കുഞ്ഞിനെ കണ്ടയുടൻ അവൾ പറഞ്ഞു, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. മീരാവതി അവളുടെ കൈ പിടിച്ചു. നിനക്ക് വേറെ വഴിയില്ലായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി ഒരിക്കലും നീ ഈ കുഞ്ഞിനെ ഒറ്റക്കാക്കി പോകരുത്. തെരുവിലെ ആളുകൾ ആ സംഭാഷണം ശ്രദ്ധിച്ചു. കുഞ്ഞിന്റെ അമ്മ ലക്ഷ്മി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. വിശപ്പും ഭയവും ചേർന്ന ഒരു വിറയൽ. തെരുവിലെ ജീവിതം അവളെ കരുത്തുറ്റവളാക്കി. എന്നാലും ആ നിമിഷം അവൾ ഒരു സഹായമില്ലാത്ത അമ്മ മാത്രമായിരുന്നു. നിനക്ക് സ്ഥിരം ജോലിയുണ്ടോ? മീരാവതി ശാന്തമായി ചോദിച്ചു. ലക്ഷ്മി തല കുനിച്ചു. ഇല്ല മാഡം, കിട്ടുന്ന ജോലികൾക്കൊക്കെ ഞാൻ പോകും. കുഞ്ഞിനെ ഇവിടെ ഇരുത്തല്ലാണ്ട് വേറെ വഴിയില്ല. അത് കേട്ടപ്പോൾ സമീപത്ത് നിന്നിരുന്ന തെരുവുകാരികൾ ചിലർ തലകുനിച്ചു. അവർക്കറിയാമായിരുന്നു ലക്ഷ്മി നുണ പറയുകയല്ല എന്ന്. മീരാവതി ചുറ്റും നോക്കി. ഈ കുഞ്ഞിവിടെ ദിവസവും ഇങ്ങനെയാണോ കിടക്കുന്നത്? അതെ, ഒരാൾ പറഞ്ഞു. നമ്മൾ നോക്കിയാൽ നോക്കും, അല്ലെങ്കിൽ. വാക്കുകൾ അവിടെ അവസാനിച്ചു. മീരാവതി ആ നിശബ്ദത മനസ്സിലാക്കി. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്. അവൾ ഡ്രൈവറെ വിളിച്ച് കുറച്ച് പണം എടുത്തു. അത് ലക്ഷ്മിയുടെ കയ്യിൽ വെച്ചു. ഇത് ദാനമല്ല,
കുഞ്ഞിന് ആവശ്യമുള്ള ഭക്ഷണവും മരുന്നും എല്ലാം വാങ്ങിക്കോളൂ. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട മാഡം, ഈ പണം തിരിച്ചു തരാൻ എനിക്ക് പറ്റുമോ എന്ന് അറിയില്ല. മീരാവതി പുഞ്ചിരിച്ചു. നീ എനിക്കിത് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. കുഞ്ഞിന് നല്ലൊരു ജീവിതം കൊടുക്കൂ, അത് മാത്രം മതി. അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ പറഞ്ഞു. ലക്ഷ്മി പണിക്കു പോകുമ്പോൾ ഞങ്ങളിൽ ഒരാളെങ്കിലും ഇവിടെ ഇരുന്നോളാം. മീരാവതിയുടെ കണ്ണുകൾ തെളിഞ്ഞു. ഇതു തന്നെയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്, അവൾ പറഞ്ഞു. അവൾ തന്റെ നമ്പർ ലക്ഷ്മിക്ക് നൽകി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ. കുഞ്ഞ് ഇതൊന്നും അറിയാതെ അമ്മയുടെ കൈകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. വിശപ്പ് മാറിയ ഉറക്കം. അതൊരു ചെറിയ കാര്യമായിരുന്നെങ്കിലും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് വലിയ മാറ്റത്തിന്റെ അടയാളമായിരുന്നു. മീരാവതി പോകാൻ തിരിഞ്ഞപ്പോൾ തെരുവിലെ ഒരാൾ പറഞ്ഞു. ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ. അവൾ തിരിഞ്ഞു നോക്കി. ഇന്ന് ഞാൻ വന്നത് മാത്രമല്ല കാര്യം, ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. കാറ് നീങ്ങി. പക്ഷേ അവളുടെ സാന്നിധ്യം അവിടെ തന്നെ നിന്നു. മീരാവതി പോയതിനു ശേഷവും ആ തെരുവ് പഴയതുപോലെ ആയില്ല. കുഞ്ഞു ഉറങ്ങുന്നതിന് കാവലായി ആളുകൾ മാറി മാറി നിന്നു. മുമ്പ് ഓരോരുത്തർക്കും സ്വന്തം കാര്യങ്ങളായിരുന്നു. അന്നു മുതൽ അവരുടെ കണ്ണുകൾ ആ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിലായിരുന്നു. ഈ കുഞ്ഞിനെ ഈ വഴിയിലിങ്ങനെ കിടത്താൻ പറ്റില്ല, ഒരാൾ പറഞ്ഞു. അവിടെ തന്നെ ഒരു ചെറിയ ചായക്കട നടത്തുന്ന ശാന്തമ്മ മുന്നോട്ട് വന്നു. എന്റെ കടക്കുള്ളിൽ കുറച്ച് സ്ഥലമുണ്ട്. പകൽ അവിടെ കുഞ്ഞിനെ കിടത്താം. ലക്ഷ്മി ആശ്ചര്യത്തോടെ നോക്കി. ഇതുവരെ ആരും അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തു പറയണമെന്നറിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശാന്തമ്മ കുഞ്ഞിന്റെ നെറ്റിയിൽ കൈവച്ചു. നീ ഒന്നും പറയണ്ട മോളെ. അന്ന് വൈകുന്നേരം തെരുവിലെ സ്ത്രീകൾ ഒന്നിച്ചു. ആരുടെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവരാം എന്നായിരുന്നു സംസാരം. ഒരാൾ പഴയൊരു തുണി കൊണ്ടുവന്നു. മറ്റൊരാൾ ചെറിയൊരു തലയണ. കുഞ്ഞുണർന്നപ്പോൾ അവൾ ചുറ്റും നോക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മുഖങ്ങൾ. പക്ഷെ അവൾക്ക് ഭയമുണ്ടായിരുന്നില്ല, ഒരു ചെറിയ പുഞ്ചിരി. അടുത്ത ദിവസങ്ങളിൽ തെരുവ് ആകെ മാറിപ്പോയി. ശാന്തമ്മ നേരത്തെ എത്തി. അവർ ആദ്യം നോക്കിയത് കടയുടെ ഒരു ചെറിയ മൂലയിൽ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞിനെയാണ്. ശാന്തമ്മ പതുക്കെ പുഞ്ചിരിച്ചു. പാവം, നല്ലതുപോലെ ഉറങ്ങിക്കോട്ടെ, അവർ മനസ്സിൽ പറഞ്ഞു. ലക്ഷ്മി എത്തുമ്പോഴേക്കും കുഞ്ഞ് ഉണർന്നിരുന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ഹോ, ഒന്നും സംഭവിച്ചില്ലല്ലോ, അവൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമില്ലേ, നീ എന്തിനാ ഭയപ്പെടുന്നത്? ശാന്തമ്മ അവളോട് ചോദിച്ചു. അന്ന് മീരാവതി പറഞ്ഞ കാര്യങ്ങൾ തെരുവിൽ വീണ്ടും ചർച്ചയായി. കുഞ്ഞൊരിക്കലും ഒറ്റക്കാകരുത് എന്ന വാക്കുകൾ പലർക്കും ഉള്ളിൽ പതിഞ്ഞിരുന്നു. അതിന്റെ ഫലമായി ഓരോരുത്തരും കുഞ്ഞിനെ നോക്കാൻ സമയം കണ്ടെത്തി തുടങ്ങി. രാവിലെ ശാന്തമ്മ, ഉച്ചക്ക് പച്ചക്കറി വിൽക്കുന്ന രവിയേട്ടൻ, വൈകുന്നേരം 2 യുവതികൾ. കുഞ്ഞു പതുക്കെ ഈ മുഖങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ആരെങ്കിലും അടുത്തു വരുമ്പോൾ കൈകൾ നീട്ടി എന്തോ പറയാൻ ശ്രമിക്കും. നോക്കൂ, അവൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ലക്ഷ്മിക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. അവൾക്കിപ്പോൾ സമാധാനത്തിൽ പണിക്ക് പോകാം. ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൾ ഓടിയെത്തും. കുഞ്ഞ് സുരക്ഷിതമാണെന്നുള്ള ഉറപ്പ് അവൾക്ക് കരുത്തായി. അന്ന് ഉച്ചക്ക് ഒരു സംഭവം ഉണ്ടായി. വഴിയിലൂടെ പോയ ഒരു യുവാവ് കുഞ്ഞിനെ നോക്കി പറഞ്ഞു. ഈ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഇവിടെ വെക്കുന്നത് ശരിയാണോ? പണ്ടായിരുന്നെങ്കിൽ ആരും അതിന് മറുപടി നൽകില്ലായിരുന്നു. പക്ഷെ അന്ന് ശാന്തമ്മ മുന്നോട്ട് വന്നു. അതിന് ആ കുഞ്ഞ് ഒറ്റക്കല്ലല്ലോ, അവർ പറഞ്ഞു. ഇവൾ ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞാണ്. ആ വാക്കുകൾ കേട്ട പലരും തലകുലുക്കി. ആ യുവാവ് ഒന്നും പറഞ്ഞില്ല, പതുക്കെ നടന്നുപോയി. വൈകുന്നേരം മീരാവതി വീണ്ടും വന്നു. ഇത്തവണ അവൾ കാറിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിനെ കണ്ടു. അവൾ അടുത്തു ചെന്നു. ഇവൾ മാറിയല്ലോ, അവൾ പറഞ്ഞു. കുഞ്ഞല്ല മാഡം, ഞങ്ങളാണ് മാറിയത്, ശാന്തമ്മ മറുപടി പറഞ്ഞു. മീരാവതി ലക്ഷ്മിയോട് സംസാരിച്ചു. നീ ഒരു സ്ഥിരം ജോലി നോക്കണം, അവൾ പറഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കിപ്പോൾ പേടിയില്ല മാഡം, അവൾ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിന്റെ കരച്ചിൽ അപൂർവമായി മാത്രമേ കേട്ടതുള്ളൂ. വിശപ്പല്ല, ചിലപ്പോൾ ഉറക്കം, ചിലപ്പോൾ അസ്വസ്ഥത, അത്രമാത്രം. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഓരോ ശബ്ദങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. ചായക്കടയിലെ ശബ്ദം, പച്ചക്കറി വണ്ടിയുടെ ശബ്ദം, കുട്ടികളുടെ ചിരി, ഇതെല്ലാം
അവളുടെ ലോകത്തിന്റെ ഭാഗമായി. അന്ന് വൈകുന്നേരം മീരാവതി വന്നപ്പോൾ അവരോട് പറഞ്ഞു, കുഞ്ഞിനായി ഒരു സ്ഥിരം ഇടം വേണം. മഴയും ചൂടും എല്ലാം ഒഴിവാക്കണം. തെരുവിലെ ആളുകൾ തമ്മിൽ നോക്കി. പഴയ ഒരു സ്റ്റോർ റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. രവിയേട്ടൻ പറഞ്ഞു. അത് വൃത്തിയാക്കി ഉപയോഗിക്കാം, മറ്റൊരാൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ ചിലർ ചേർന്ന് ആ മുറി വൃത്തിയാക്കി. അവിടെയെല്ലാം തൂത്തുവാരി തുടച്ചിട്ടു. ലക്ഷ്മിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇത് സ്വപ്നമാണോ? അവൾ ചോദിച്ചു. അല്ല, ശാന്തമ്മ പറഞ്ഞു. ഇതിനി നിന്റെയും കുഞ്ഞിന്റെയും ഇടമാണ്. പുതിയതായി വൃത്തിയാക്കിയ ചെറിയ മുറി. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് ആദ്യമായി ലഭിച്ച സ്വന്തം ഇടമായിരുന്നു. വലിയ കാര്യമൊന്നുമല്ലായിരുന്നു. ഒരു പായ, ഒരു തലയിണ, കാറ്റുകിടക്കാൻ ചെറിയൊരു ജനാല. പക്ഷേ തെരുവിലെ എല്ലാവർക്കും അത് വലിയൊരു നേട്ടമായി തോന്നി. മീരാവതി അന്ന് വീണ്ടും വന്നു. അവൾ മുറി കണ്ടു. നിലത്തിരുന്ന കുഞ്ഞിനെ നോക്കി. മോൾക്ക് പേരിട്ടോ? അവൾ ചോദിച്ചു. ലക്ഷ്മി ഒന്ന് മടിച്ചു. ഉണ്ട്, പക്ഷെ ആരും വിളിക്കാറില്ല. എന്താ പേര്? അനു, ലക്ഷ്മി പറഞ്ഞു. മീരാവതി ചിരിച്ചു. അപ്പോ ഇനി മുതൽ നമുക്കിവളെ അനു എന്ന പേരിൽ വിളിക്കാം. ഒരു പേരുണ്ടെങ്കിൽ ഒരു തിരിച്ചറിയലല്ലേ? അന്നു മുതൽ എല്ലാവരും ആ കുഞ്ഞിനെ അനു എന്ന് വിളിച്ചു തുടങ്ങി. അടുത്ത ദിവസം മീരാവതി ഒരു ഡോക്ടറുമായി വന്നു. കുഞ്ഞിനെ പരിശോധിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു. നല്ല ഭക്ഷണം കിട്ടണം. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. ഡോക്ടർ പോയതിനു ശേഷം മീരാവതി പറഞ്ഞു, ഇത് ഞാൻ മാത്രം ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ എല്ലാവരും ചേർന്നതുകൊണ്ടാണ് ഇത് സാധ്യമായത്. ആ രാത്രി അനു ഉറങ്ങുമ്പോൾ ലക്ഷ്മി അവളുടെ അരികിൽ ഇരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, നിനക്കിപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. കുഞ്ഞ് ഉറക്കത്തിലാണെങ്കിൽ പോലും കൈ നീട്ടി അത് പിടിക്കാൻ അവിടെ ഒരു തെരുവ് മുഴുവൻ തയ്യാറായി. അനു എന്ന പേര് പതുക്കെ ആ തെരുവിന്റെ ഭാഗമായി മാറി. രാവിലെ കടകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും മുറിയുടെ വാതിൽ തുറന്നു നോക്കും. അനു ഉണർന്നോ എന്ന ചോദ്യം പതിവായി. കുഞ്ഞു ഉണർന്നാൽ അവളെ കയ്യിലെടുക്കാൻ ആളുകൾ മത്സരിക്കും. ആ മത്സരത്തിൽ അസൂയ ഇല്ലായിരുന്നു, കരുതലായിരുന്നു. ലക്ഷ്മിക്കിപ്പോൾ കൂടുതൽ ജോലി കിട്ടിത്തുടങ്ങി. കുഞ്ഞ് സുരക്ഷിതമാണല്ലോ എന്ന വിശ്വാസം അവൾക്ക് ശക്തി നൽകി. അവൾ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ മുറിയുടെ വാതിലിൽ കയറി ആദ്യം നോക്കുന്നത് അനുവിനെ ആയിരുന്നു. ഇന്നിവൾ നല്ല കുട്ടിയായിരുന്നു, ശാന്തമ്മ പറയും. ലക്ഷ്മി പുഞ്ചിരിക്കും. അത് അവളുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളായിരുന്നു. അന്നൊരു വൈകുന്നേരം തെരുവിലെ എല്ലാവരും ഒരുമിച്ച് കൂടി. മീരാവതിയും ഉണ്ടായിരുന്നു. അവൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. അനുവിനെ ഇങ്ങനെ വളർത്തിയാൽ പോരാ, അവൾക്കൊരു ഭാവി വേണം. ആ വാക്കുകൾ എല്ലാവരെയും ചിന്തിപ്പിച്ചു. എന്ത് ചെയ്യും? ഒരാൾ ചോദിച്ചു. ഇവൾക്ക് വളരാൻ സുരക്ഷിതമായ ഇടം വേണം, മീരാവതി പറഞ്ഞു. സ്കൂൾ, ആരോഗ്യം, സ്ഥിരത. അവൾ ഒരു നിർദ്ദേശം പറഞ്ഞു. ഞാൻ സഹായിക്കും. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ചേർന്നാണ്. തെരുവിൽ നിശബ്ദത വീണു. അനു അകത്ത് ഉറങ്ങുകയായിരുന്നു. ശാന്തമ്മ പതുക്കെ പറഞ്ഞു, കുഞ്ഞിവിടെ നിന്നാൽ ഞങ്ങൾ എല്ലാവരും നോക്കാം. പക്ഷെ എപ്പോഴും അങ്ങനെ പറ്റില്ലല്ലോ. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. ഒടുവിൽ രവിയേട്ടൻ പറഞ്ഞു, ഇവൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ അതിരുണ്ട്. ആ വാക്ക് എല്ലാവരും അംഗീകരിച്ചു. മീരാവതി ലക്ഷ്മിയോട് ചോദിച്ചു, എന്താണ് നിന്റെ അഭിപ്രായം? ലക്ഷ്മി കുഞ്ഞിനെ നോക്കി, പിന്നെ തലകുലുക്കി. എനിക്കെന്റെ കുഞ്ഞ് സുരക്ഷിതമായി വളരണം എന്ന് മാത്രമുള്ളൂ. അന്ന് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തു. ആ രാത്രി തെരുവ് ഉറങ്ങാൻ പോയപ്പോൾ ഒരു തീരുമാനത്തിന്റെ ഭാരവും പ്രതീക്ഷയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ മീരാവതി വീണ്ടും എത്തി. ഇത്തവണ അവളുടെ കൂടെ ഒരു സാമൂഹ്യ പ്രവർത്തകയും ഉണ്ടായിരുന്നു. തെരുവിലെ ആളുകൾ അവരെ നിശബ്ദമായി നോക്കി. ആരുടെയും മുഖത്ത് എതിർപ്പുണ്ടായിരുന്നില്ല, അല്പം ഭയം മാത്രം. സാമൂഹ്യ പ്രവർത്തക അനുവിനെ കണ്ടു. അവളെ കയ്യിലെടുത്തു പരിശോധിച്ചു. ഇവൾക്ക് നല്ല കരുതൽ കിട്ടിയിട്ടുണ്ട്, ഇത് അപൂർവമാണ്. അത് കേട്ടപ്പോൾ തെരുവിലെ ആളുകൾക്ക് അഭിമാനം തോന്നി. ലക്ഷ്മിയുമായി അവൾ വിശദമായി സംസാരിച്ചു. നിനക്ക് നിന്റെ കുഞ്ഞിനോടൊപ്പം തന്നെ തുടരാം, അവൾ പറഞ്ഞു. പക്ഷേ അവനാവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ചില നടപടികൾ വേണം. ലക്ഷ്മി തലകുലുക്കി. എനിക്കെന്റെ കുഞ്ഞ് വേണം, അവൾ പറഞ്ഞു. അതെ, സാമൂഹ്യ പ്രവർത്തക പറഞ്ഞു. അതോടൊപ്പം അവൾക്ക് നല്ല ഭാവിയും വേണം. മീരാവതി എല്ലാം ശ്രദ്ധിച്ചു. ഞാനൊരു ട്രസ്റ്റ് വഴി സഹായം നൽകാം, അവൾ പറഞ്ഞു.
ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം എല്ലാം. അത് കേട്ടപ്പോൾ തെരുവിലെ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മീരാവതി ചിരിച്ചു. നിങ്ങൾ എല്ലാവരും ഇത്രയും കാലം ചെയ്തത് തന്നെയാണ് ശരി. അന്നുച്ചക്ക് രേഖകൾ തയ്യാറാക്കാൻ തുടങ്ങി. അനുവിന്റെ ജനന വിവരങ്ങൾ, അമ്മയുടെ രേഖകൾ, ആരോഗ്യ റിപ്പോർട്ട്. തെരുവിലെ ആളുകൾ ഓരോ ഘട്ടവും ശ്രദ്ധിച്ചു. ഒരു നിമിഷം ലക്ഷ്മിക്ക് ഭയം തോന്നി. ഇവളെ എന്നിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുമോ? അവൾ ചോദിച്ചു. മീരാവതി അവളുടെ കൈ പിടിച്ചു. ഇല്ല, നിനക്കൊരിക്കലും അവളെ നഷ്ടമാവില്ല. അനു ഇതൊന്നും അറിയാതെ കളിച്ചു. വൈകുന്നേരം സാമൂഹ്യ പ്രവർത്തക പോകുമ്പോൾ പറഞ്ഞു, ഇതൊരു അപൂർവമായ കഥയാണ്. സാധാരണമായി തെരുവുകളിൽ നടക്കാത്ത ഒരു കഥ. ആ വാക്കുകൾ തെരുവിന് വലിയൊരു അംഗീകാരമായിരുന്നു. ആ രാത്രി ലക്ഷ്മി കുഞ്ഞിന്റെ അരികിൽ ഇരുന്നു. അവൾ ആദ്യമായി ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. ഭയത്തോടെയല്ല, പ്രതീക്ഷയോടെ. കാലം പതുക്കെ മുന്നോട്ട് നീങ്ങി. മാസങ്ങൾ കടന്നുപോയി. പഴയ മാർക്കറ്റിന് പിന്നിലെ ആ ചെറിയ തെരുവ് ഇനി വെറുമൊരു വഴിയല്ലായിരുന്നു. അതൊരു കഥയായി മാറിയിരുന്നു. മനുഷ്യത്വത്തിന്റെ കഥ. 1.5 വയസ്സ് പ്രായത്തിൽ വിശപ്പോടെ കരഞ്ഞ അനു ഇപ്പോൾ 2 വയസ്സിലേക്ക് കടക്കുകയായിരുന്നു. മീരാദേവിയുടെ ട്രസ്റ്റിന്റെ സഹായത്തോടെ അനുവിനും ലക്ഷ്മിക്കും ഒരു ചെറിയ വാടക വീട് ലഭിച്ചു. തെരുവിൽ നിന്ന് അല്പം മാറിയെങ്കിലും തെരുവിന്റെ ബന്ധം വിട്ടുമാറിയില്ല. ശാന്തമ്മ ഇടയ്ക്കിടെ വരും. രവിയേട്ടൻ പഴങ്ങളുമായി എത്തും. ഇവൾ നമ്മുടെ കുഞ്ഞല്ലേ, അവർ പറയും. അനുവിന് സ്ഥിരമായി ഭക്ഷണം കിട്ടുന്നു, ഡോക്ടറെ കാണുന്നു. പക്ഷേ അവളുടെ ഏറ്റവും വലിയ സമ്പത്ത് മറ്റൊന്നായിരുന്നു. അവളെ സ്നേഹിച്ച ഒരു സമൂഹം.